ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇവിടെ എനിക്കൊരു വിവരം കിട്ടിയായിരുന്നു. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ലോട്ടറി ഷോപ്പ് കടയുണ്ട്. അപ്പോൾ അവിടെ ആ ചേട്ടൻ അവിടെ ഫീഡ് ചെയ്യുന്നുള്ള കാര്യം ഈ പട്ടികളെ. അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചു. അപ്പോൾ ആ ചേട്ടനെ പറഞ്ഞ് പാർക്കിംഗ് ലോട്ടിൽ ആ പട്ടീനെ കണ്ടിട്ടുണ്ട്, വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ കൂടെ വന്ന് അവിടെ വന്ന് ഇങ്ങനെ പട്ടീനെ ഉണ്ടോ എന്നൊന്ന് പറഞ്ഞ് കാറിൻ്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ നോക്കുന്ന ടൈമിലാണ് ഈ രണ്ട് ചുണക്കുട്ടന്മാർ അവിടെ നിന്ന് ഇതേപോലെ തന്നെ നമ്മൾ നോക്കണ പോലെ നോക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവരിതിനെ പിടിക്കാൻ വന്നതാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഒരു അച്ഛനും മകനും കൂടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ട വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് ഈ പട്ടീനെ സ്പോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഇവർക്ക് ഷെയർ ചെയ്തതാണ്. പട്ടി പക്ഷേ എങ്ങനെയോ അത് കാട്ടിലേക്ക് ചാടി. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ തന്നെയാണ് ഓടുന്നത്. ഇവർ ദയ എന്ന് പറയുന്ന ഒരു ആനിമൽ വെൽഫെയർ ആൻഡ് ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ് സ്ഥലം. അതുമാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ വളരെ സപ്പോർട്ടീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഈ പട്ടിക്ക് ഫീഡൊക്കെ ചെയ്തിരുന്നു. കാരണം ഇത് ഇഞ്ചേർഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം തേടി അധികം ദൂരമൊന്നും പോകാനും പറ്റത്തില്ല. അപ്പോൾ എന്ന് കരുതി മാത്രം അവർ അതിന് ഫീഡ് ചെയ്യിക്കുകയും ചെയ്തിരുന്നു. നാളെ എന്തായാലും ഒരു 3-4 പേരായിട്ട് വന്നിട്ട് ഉറപ്പായിട്ടും ഇതിനെ പിടിക്കാൻ പറ്റുമെന്നാണ് പറയണത്. നാളെ ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ ആ ഒരു ടൈമിൽ ഞാനിവിടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ 2 ചുണക്കുട്ടികളാണ്. പോരാത്തതിൽ അവിടുത്തെ ഒരു നാട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഈ തൊപ്പി വെച്ച ചേട്ടനാണ്, ജയൻ ചേട്ടനാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നാളെ ഇതിനെ പിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം.